ആഴ്ച ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ നജീം അർഷാദ് നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. സോ ഹീസ് ഹിയർ വിത്ത് മോർ ഫ്രഷ് സോങ്സ് ആൻഡ് കൂടുതൽ വിശേഷങ്ങളുമായിട്ട്. സോ വെൽക്കം നജീം അർഷാദ് ടു സ്റ്റാർ ജാം. ഫ്യൂച്ചർ പ്രോജക്ട്സിനെ പറ്റി സംസാരിക്കാം. ഏതൊക്കെയാണ് ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ, ഏതൊക്കെ സിനിമയിലാണ്? ഇനിയിപ്പോൾ അടുത്ത വരാൻ പോകുന്ന ഫിലിം വിക്രമാദിത്യൻ. അതും ലാലുവേട്ടൻ്റെ പടമാണ്. വളരെ നല്ലൊരു പാട്ടാണ് ഞാൻ പാടിയിട്ടുള്ളത്. വിജിബാലേട്ടൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട്. അതിൻ്റെ രണ്ടുപേരും പാടിത്തരാം. മഴനില കുളിരുമായി വേനൽക്കാലം പെയ്യും, മൊഴിയിലും മധുരമായി മൗനം കഥ പറയും, പൂങ്കാറ്റി വഴിയെ വരാതെ കാറ്റിൻ കുളിരറിയും, ഏതോ നോവിൻ പകരും, മഴനില കുളിരുമായി മൗനം കഥ പറയും. കാറ്റി വഴിയെ വരാതെ കാറ്റിൻ കുളിരറിയും, ഏതോ സുഖമീ നെഞ്ചിൽ നിറയും, മഴനില കുളിരുമായി. മാഞ്ഞു പോകാൻ മറന്ന സ്വപ്നം കണ്ണിൽ തങ്ങും പകലുകളിൽ, കണ്ണടച്ചാലും ഉള്ളിലാരോ രാഗം പാടും ഇരവുകളിൽ, മലരുകൾ പൂക്കാതെ മലരിലും മാറ്റോടെ ഹൃദയമറിയും പുതിയ മൃദുലഗന്ധം, മഴനില കുളിരുമായി വേനൽ തൂവൽ വീശും, ചിറകിലല്ലാതെ നമ്മൾ നീലാകാശം പോകും ചില നിമിഷം, ചില്ലു കണ്ണാടി നോക്കുമെന്നിൽ നിന്നെ കാണും ചില നിമിഷം, ശംഖിലെ കടൽ പോലെ നെഞ്ചിലെ അനുരാഗം, അലകളിളകി ഉയരു തഴുകും നേരം, പിന്നെ വിക്രമാദിത്യൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് വിജയബാലേട്ടൻ്റെ വേറൊരു നെല്ലിക്ക എന്ന് പറഞ്ഞിട്ട് ഫിലിം പാടിയിട്ടുണ്ട്. പിന്നെ രാഹുൽ രാജേട്ടൻ്റെ ഒരു തെലുങ്ക് മൂവി പാടിയിട്ടുണ്ട്, പാഠശാല എന്ന് പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ പിന്നെ വിദ്യാസാഗർ സാർ ഒരു പാട്ട് പാടിച്ചിട്ടുണ്ട്. അത് ഞാൻ പാട്ട് വന്നതിന് ശേഷം ഇതുപോലെ വന്നിരുന്നു വേറൊരു ഇന്റർവ്യൂവിൽ പറയുന്നതാണ്. അങ്ങനെ കുറച്ച് നല്ല പാട്ടുകൾ പ്രതീക്ഷയിലുണ്ട്. മലയാളം അല്ലാതെ വേറെ ലാംഗ്വേജസിലും പാടിയിട്ടുണ്ടല്ലോ? പാടിയിട്ടുണ്ട്. ഞാനൊരു ഹിന്ദി മൂവിയിൽ പാടിയിട്ടുണ്ട്. അതൊരു അക്കാഡമിക് മൂവിയാണ്. അതിപ്പോ ഇങ്ങനെ ഫിലിം ഫെസ്റ്റിവൽസിനൊക്കെ ഇപ്പം കാണിക്കുന്നുണ്ട്. അതിന് കുറെ അവാർഡ്സിനെ കിട്ടിയിട്ടുണ്ട്. അതിന്
വേറെ പാട്ടിനല്ല അല്ലാത്ത. അപ്പോൾ അങ്ങനെ ഒരു പടത്തിൽ പാടാൻ പറ്റി. പിന്നെ ആ പടത്തിൽ മറ്റു പാട്ടുകളൊക്കെ പാടിയിരുന്നതൊക്കെ വലിയ സിംഗേഴ്സാണ്. അപ്പോൾ ശങ്കർ മഹാദേവൻ സാർ പാടിയിട്ടുണ്ട്, ജാവേദ് അലി, സുഖവിന്ദർ സിംഗ്, അങ്ങനെയുള്ള സിംഗേഴ്സാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ അവരോടൊപ്പം ആ ടൈറ്റിൽസിൽ നമ്മുടെ പേരും വരെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. പിന്നെ ഒരു മറാഠി മൂവി പാടി. ഹിന്ദി സോങ് എന്താണെന്നു ഹിന്ദി പാടിത്തരാം. സവാലോ കി ഗോദ് മേ സോയാ ഹുവാ വോ നൻഹാ सा अंधेरा, मुंदी हुई आँखों पर उसके अभी हाथ किसी ने है छोड़ा, मखमल की उंगलियां है सूरज की रोशनी का अंधेरा है. അങ്ങനെ പോകും കേട്ടോ. അതിൻ്റെ അങ്കൂട്ടാ എന്നാണ് ലിറിക്സ് മാറിപ്പോയി. सवालों की गोद में सोया हुआ वो नन्हा सा अंधेरा, मूंदी हुई आँखों पर उसकी अभी हाथ किसी ने है छोड़ा, मखमल की उंगलियां है सूरज की रोशनी का अंगूठा है, रह गए हैं कुछ रोशनी वाले, रह गए हैं पलकों के तले, जो निकाला गया तो डर है कहीं अंधेरा जाग ना जाए, जाग ना जाए, जाग ना जाए, रो ना जाए. കാശ്മീർ ബേസ് ചെയ്തിട്ടാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല പാട്ടാണ് അത്. പാട്ട് അങ്ങനെ ഒരു പാട്ട് പാടാൻ പറ്റില്ല. അദ്വൈത് നെംലേക്കർ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഡയറക്ടറാണ് അതിൻ്റെ. ആൻഡ് അതുപോലെ വേറൊരു ഫിലിം പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു, മറാഠി പാടി, പിന്നെ തെലുങ്ക് പാടി. അത് കൂടുതലും മലയാളത്തിലാണ്. എങ്ങനെയാണ് വേറെ ലാംഗ്വേജസിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഡിക്ഷൻസ് ഇപ്പം ഹിന്ദി പാടാൻ നേരത്ത്, കാരണം അതിൻ്റെ ലിറിക്സ് റൈറ്റർ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, ഡയറക്ടർ എല്ലാവരും ആ ബൂത്തിലുണ്ടായിരുന്നു, കൺസോൾ ഉണ്ടായിരുന്നു. അപ്പം അന്നേരം ഞാൻ പാടുന്ന സമയത്ത് അവരിങ്ങനെ പറഞ്ഞു തരും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും. പിന്നെ അവർക്ക് കൂടുതലും ഒരു മലയാളിയാണ് പാടി എന്നുള്ളൊരു, കാരണം അവരാണ് അതൊക്കെയാണ് നോക്കണേ. ഏത് പാട്ട് പാടിയാലും ഇപ്പം മലയാളിത്വം ഉണ്ടാവുമല്ലോ, ഒരു മലയാളി പാടിക്കഴിഞ്ഞാൽ അത് ആ പാട്ടിലില്ലെന്ന് അവർ പറഞ്ഞു. ഞാൻ വിചാരിച്ചു അത് ഉണ്ടെന്ന് പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞല്ലേ. അവർ പറഞ്ഞു പക്ക ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ആ പാട്ടിലാണ് പാടിയിരിക്കണമെന്ന് പറഞ്ഞു. അതാണ് അത് സെലക്ട് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ മറാഠി ആയാലും നമുക്ക് മലയാളികൾക്കൊരു ഗുണമുണ്ട്, കാരണം ഏത് രീതിയിലുള്ള ലാംഗ്വേജും നമുക്ക് വഴങ്ങുന്ന നാട്ടിൽ. പിന്നെ നമ്മൾ ആ ഒരു ആക്സെന്റ്, ഒരു സ്റ്റൈൽ ഓഫ് ഒരു സിംഗിങ് ഒന്ന് മാറ്റിയാൽ മതി. ആ ഒരു രീതിയിൽ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും.